ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അപ്പോൾ ഡിവൈൻ മെസ്സേജ് ഇനി മുതൽ നമ്മൾ രാവിലെയാണ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്തവർ അതൊന്ന് കാണുക. അപ്പോൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ്, അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ്. നിങ്ങളോട് അവർക്ക് ഈ ഒരു സമയം ഉള്ള ആ ഒരു ഫീലിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ നിങ്ങളുടെ എനർജി എന്താണെന്നും നോക്കാം. നിങ്ങളുടെ എനർജി ഒന്ന് കണക്റ്റഡ് ആവാൻ നിങ്ങളൊന്ന് ലൈക്ക് കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ കമൻസ് നിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ വ്യക്തികൾക്കും ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് പോലുള്ള ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ അത്രയും ഡീപ്പ് കമ്മിറ്റ്മെൻ്റ് ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇതിൽ രണ്ട് വ്യക്തികളുടെ എനർജിയും വളരെ മെച്യൂർഡായിട്ടുള്ള എനർജീസ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ വൈസ് ആണെങ്കിലും, അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികളാണ് എന്നാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ ജസ്റ്റിസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ജസ്റ്റിസ് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഇതിൽ കുറേ ബ്ലോക്കേജസ് ഒക്കെ മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യക്തിയിലുണ്ടായിരുന്ന എന്തോ ഒരു നെഗറ്റീവ് ഇവിടെ റിമൂവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഡിവൈൻ പ്രസൻസ് ഇതിനകത്തുണ്ട്. അവർക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടി എന്നുള്ളതാണ്. ഇതിൽ അവർ പുതിയൊരു ആറ്റിറ്റ്യൂഡിൽ പുതിയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം അവർ വളരെ കോൺഫിഡൻസോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ സ്റ്റക്കായിരുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി അവരൊന്ന് മൂവ് ചെയ്ത് തുടങ്ങിയെന്നാണ് കാണുന്നത്. അവരുടെ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അതുപോലെ മറ്റുള്ളവരുടെ വാക്കുകൾക്കൊന്നും അവർ ചെവി കൊടുക്കാതെ, അവരുടെ വാക്കുകളൊന്നും കേൾക്കാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കം എന്തായാലും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ കർമ്മ എൻഡായി എന്നുള്ളതാണ്. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ആ കർമ്മ എൻഡായി എന്നാണ്. മാത്രമല്ല ഇത് വേറെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ എൻഡായി എന്നുള്ളതാണ്. നമുക്ക് എല്ലാത്തിനും ഒരു ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ നിങ്ങളോ അവരോ ചെയ്ത് വെച്ചിട്ടുള്ള കർമ്മയും ഇവിടെ
എൻഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്കും അവർക്കും അങ്ങനെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളെക്കാളും കൂടുതൽ അവർക്ക് അങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ്. ഇതിൽ നിങ്ങളുടെ ഒരു എനർജി നോക്കുവാണെങ്കിൽ ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നീതി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നീതി കിട്ടിയേ പറ്റുള്ളൂ. കാരണം ഈ വ്യക്തിയെ അത്രയധികം നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ പല കാര്യങ്ങളും അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് ജസ്റ്റിസ് വേണം എന്ന് വിചാരിച്ചാലും തീർച്ചയായും നിങ്ങൾക്കൊരു നഷ്ടബോധമുണ്ടെന്നാണ് കാണുന്നത്. ഈ ഒരാളെപ്പറ്റി വിചാരിക്കുമ്പോൾ കൂടുതലായും വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ അവരെ വിട്ട് കളയാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പൂർണ്ണമായും വിട്ടുപോകുന്നതിൽ നിങ്ങൾക്കൊരു വിഷമമുണ്ട്. ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടണം, പക്ഷേ ഈ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരു നിരാശയിലാണ്. സംഭവിച്ചു പോയ ചില കാര്യങ്ങൾ ഓർത്ത് നിരാശയിലിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തിയുടെ കറൻറ്റ് എനർജി നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഒരു നിരാശയുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചു പോയിട്ടുള്ള പല കാര്യങ്ങളും ആലോചിച്ച് അവർ നിരാശയിലിരിക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നല്ല അവസ്ഥയിലാണെങ്കിൽ പോലും പൂർണ്ണമായും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം. അവർക്ക് നിങ്ങളോട് പ്രണയം തന്നെയാണ് ഉള്ളത്. പിന്നെ ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ ഉണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ ശരിക്കും റെസ്പെക്റ്റോടു കൂടിയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിലൊരു നല്ല സമയം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുറേ ആൾക്കാർക്കും ഇത് ഭാഗ്യം അവരെ കടാക്ഷിക്കുന്ന ഒരു എനർജിയാണ്. അവർക്ക് ചെയ്ത തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അവരുടെ ഈഗോ ഒക്കെ കുറേ മാറിയിട്ടുണ്ട്. അവർ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ജസ്റ്റിസ് വന്നത്. അവർ നല്ല കർമ്മയും ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. അപ്പോൾ അവരുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം ഈ ഒരു സമയം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. കാരണം ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ഫലം ഈ സമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ അവരുടെ സമയം മാറിയെന്ന് നമുക്ക് പറയാം. അവരുടെ കാർമിക് സൈക്കിൾ എൻഡായി. അവർക്ക് നല്ലൊരു സമയത്തിലേക്ക് അവർ മാറുന്നുണ്ട്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹാപ്പിനെസ്സോ യാത്രകളോ ഒക്കെ അവർക്ക് ഈ ഒരു സമയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം അവർ നല്ലതേത് ചീത്ത ഏത് എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുമായിട്ടുള്ള നല്ലൊരു തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് കൊടുത്ത ഉപദേശങ്ങൾ എത്രത്തോളം വലുതാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് എത്രത്തോളം പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ അവരിപ്പോൾ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ സാമീപ്യവും നിങ്ങളുടെ സഹായവും ഒക്കെ അവരിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവ് തീർച്ചയായിട്ടും ഇവർക്കുണ്ടെന്നുള്ളതാണ്. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു
താങ്ങായി നിങ്ങൾ നിന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ അവരിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അവർ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം തന്നെ ഉണ്ടെന്നുള്ളതാണ്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം അവർ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുപോലെ നിങ്ങളിവിടെ അവരെ കാത്തിരിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അവർക്ക് വീണ്ടും വന്നു ചേരണം, നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ ഉണ്ടാകണം എന്ന് ഈ ഒരു സമയം അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.